ഹലോ. നമ്മളുടെ കൂടെ ഇപ്പോ ഒരു അതിഥിയുണ്ട്, 1 Minute MPA. ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അതിഥിയുടെ പേര് ഡോക്ടർ അരുൺ എന്നാണ്. അദ്ദേഹം ഒരു മാനേജ്മെന്റ് എക്സ്പെർട്ടാണ്, ഒരു കരിയർ എക്സ്പെർട്ടാണ്. അദ്ദേഹത്തിന് ഏകദേശം 14 കൊല്ലത്തെ ഇൻഡസ്ട്രി ആൻഡ് ടീച്ചിങ് എക്സ്പീരിയൻസ് തന്നെ ഉണ്ട്. ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യട്ടെ. നമ്മൾ നേരത്തെ YMBA എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നു. ആ ലൈവ് അത്രയ്ക്ക് സക്സസ്ഫുൾ ആയില്ല. അതൊരു ടെക്നിക്കൽ ഗ്ലിച്ച് കൊണ്ട് വോയിസ് കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. പക്ഷെ അത് പരിഹരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം നമുക്ക് വീണ്ടും അരുൺ സാറിനെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ആ വീഡിയോന്റെ ഈ ഓഡിയോ, അതും വീഡിയോ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഈ ലിങ്ക് നിങ്ങൾ ആക്ച്വലി വീഡിയോയിലോട്ടായിരിക്കും പോകുന്നത്. ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിലും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അരുൺ സാറിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാം അറിയാം. ഡോക്ടർ അരുണിനെ ഞാൻ 1 Minute MPA പോഡ്കാസ്റ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം അരുൺ. താങ്ക് യു സോ മച്ച് ഡോക്ടർ അരവിന്ദ്. ഓക്കെ, നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞ പോലത്തെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. കാരണം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുട്ടികൾക്ക് തോന്നി കേട്ടോ. എന്താന്ന് വെച്ചാല് അവർക്ക് എന്താ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ കിട്ടുന്ന ഒരു രീതിക്ക് വീണ്ടും അവര് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നും കൂടി ഒന്ന് ചെയ്യണം എന്നുള്ള രീതിക്ക് ഞാൻ വിചാരിച്ചു ഇത് പോഡ്കാസ്റ്റിങ്ങിൽ പോയിട്ട് വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഒരുമിച്ച് വീണ്ടും വരാം എന്നുള്ള രീതിക്ക് ഇരിക്കുകയാണ്. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. നമ്മുടെ YMBA. അപ്പൊ MBA എടുത്താലുള്ള ഗുണം എന്താണ്? ഒരു MBA ആസ്പിറന്റിന്റെ വാല്യൂ അഡീഷൻ എന്തായിരിക്കും MBA കഴിയുമ്പോഴത്തേക്ക്? MBA എന്ന് പറയുമ്പോൾ നമ്മള് ആ വീഡിയോയിൽ പറഞ്ഞ കണക്ക് തന്നെ MBA നമ്മള് മറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുമായിട്ട് ആദ്യം എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറയാം. മറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസ് എന്ന് പറഞ്ഞാല് അതൊരു കെന്റക്കി ഫ്രൈഡ് ചിക്കൻ ഷോപ്പിൽ പോകുന്നൊരു ഫീലാണ്. കാരണം അവിടെ പോയ ചിക്കൻ മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷെ MBA എന്ന് പറയുന്നത് ഒരു ഗുജറാത്തി താലി മീലാണ്. അതില് ചാവലുണ്ട്, അത് കൂടാതെ തന്നെ കുറെ സൈഡ് ഡിഷസ് ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ MCOM എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതലും പഠിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ആസ്പെക്റ്റിലായിരിക്കും സെമസ്റ്റർ 1 തൊട്ട് സെമസ്റ്റർ 4 വരെ പോകുന്നത്. നിങ്ങൾ എക്കണോമിക്സ് പഠിക്കുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ പോകുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഒരു അടിത്തറയിലായിരിക്കും പോകുന്നത്. MBA എന്ന് പറയുമ്പം നിങ്ങളിപ്പോ ഫസ്റ്റ് സെമസ്റ്ററിൽ ജോയിൻ ചെയ്യുമ്പം ആദ്യം നമ്മൾ മാനേജ്മെന്റ് പഠിക്കും, പിന്നെ ഓർഗനൈസേഷൻ ബിഹേവിയർ പഠിക്കും, എക്കണോമിക്സ് പഠിക്കും, ലോ പഠിക്കും, എത്തിക്സ് പഠിക്കും, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് പഠിക്കും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വരുമ്പോഴാണ് മാർക്കറ്റിംഗ്, HR, ഫൈനാൻസ്, സിസ്റ്റംസ്, അത് കണക്കാണ് ഓപ്പറേഷൻ റിസർച്ച്, കമ്പനി ലോ, ബിസിനസ് ലോ, ഇതെല്ലാം വരുന്നത്. അതിനുശേഷം നമുക്ക് ഏതിലാണോ സ്പെഷ്യലൈസ് ചെയ്യാൻ താല്പര്യമുള്ളത് അതിലേക്ക് നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടില്ലാണ്. അതായത് ഓരോ ഓർഗനൈസേഷന്റെ എല്ലാ മേഖലകളും തൊട്ട് തഴുകിയാണ് MBA എന്ന് പറയുന്ന ഒരു കോഴ്സ് മുന്നോട്ട് പോകുന്നത്, എല്ലാ ഫങ്ഷൻസും. ഓക്കെ, അപ്പം ഒരു MBA എടുക്കുമ്പോഴത്തേക്ക് ആക്ച്വലി ഒരാളുടെ വാല്യൂ ആഡ് ചെയ്യുകയാണ് എന്നുള്ളതാണ് അരുൺ പറഞ്ഞു വരുന്നത്. അപ്പം ആക്ച്വലി എന്തൊക്കെ ചുമ്മാ വാല്യൂ ആഡ് ചെയ്യൂ? അത് ഒരു കോളേജിൽ ചേർന്ന് നല്ലൊരു കോളേജിൽ ചേർന്നാൽ മാത്രമേ വാല്യൂ ആഡ് ചെയ്യത്തുള്ളൂ? ഒരു ഗവൺമെന്റ് കോളേജും പ്രൈവറ്റ് കോളേജും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം. ആക്ച്വലി ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് റാദർ ദാൻ യൂണിവേഴ്സിറ്റീസ്, ഇപ്പോഴത്തെ ഒരു ബേസിക് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നമ്മൾ നോക്കിയാൽ മതി, ടോപ്പ് നോച്ചിൽ നിൽക്കുന്ന എത്ര യൂണിവേഴ്സിറ്റീസ് ഉണ്ടെന്ന് ആദ്യം നോക്കാം. ഇതിൽ കൂടുതലും സെൽഫ് ഫിനാൻസിങ്ങും ഡീംഡ് യൂണിവേഴ്സിറ്റീസുമാണ് കുറച്ചും കൂടെ ഒരു ക്യാഷ് റിച്ച് മാനേജ്മെന്റ് കോഴ്സ് നടത്തുന്നത്. ഓക്കെ, മറ്റേടത്ത് കുറച്ചും കൂടെ ഒരു എക്കണോമിക് രീതിയാണ് അവർ പോകുന്നത്. ഓക്കെ, അപ്പം ആക്ച്വലി പ്രൈവറ്റ് കോളേജ് ആണോ നല്ലത്, ഗവൺമെന്റ് കോളേജ് ആണോ നല്ലത്? ഇപ്പൊ നമുക്ക് ഗവൺമെന്റ് കോളേജ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഗവൺമെന്റ് സെൽഫ് ഫിനാൻസിങ് ഉണ്ട്, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഓട്ടോണോമസ് ഉണ്ട്, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ബി സ്കൂൾസ് ഉണ്ട്. യൂണിവേഴ്സിറ്റിയുടെ താഴെ വരുന്ന നോർമൽ ബി സ്കൂൾസ് ഉണ്ട്, എയ്ഡഡ് കോളേജസ് ഉണ്ട്.
അപ്പം ഇതിനകത്ത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, സി, നമ്മൾ ഏത് ടൈപ്പ് ഓഫ് കോളേജ് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ ഒരു MBA ആസ്പിറന്റ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള ഒരു MBA കോളേജ് തിരഞ്ഞെടുക്കണം. ഇഫ് യു ആർ പൊട്ടൻഷ്യൽ ഇനഫ് ടു ക്രാക്ക് എ കാറ്റ് സ്കോർ, യു ഷുഡ് ഗോ ടു IIM ഓർ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മൈക്കയിൽ പോകണം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടയർ 2B സ്കൂൾ ലൈക്ക് രാജഗിരി, SEMS അങ്ങനെയുള്ള കോളേജിലേക്ക് പോകണം. അല്ലെങ്കിൽ താഴോട്ട് വന്നിട്ട് ഒരു ടയർ 1 MBA കോളേജസിലേക്ക് പോകണം, ടയർ 3 MBA കോളേജസിലേക്ക് പോകണം. ഇതാണ് ഞാൻ പറയുന്നത്. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ യുവർ കാലിബർ. അപ്പൊ എങ്ങനെ ഒരു കോളേജ് തെരഞ്ഞെടുക്കാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് നേരത്തെ. അപ്പൊ അത് ഒന്ന് പറയാമോ? നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു കോളേജ് തിരഞ്ഞെടുക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ എവറിബഡി ലുക്ക് അറ്റ് ദ പ്ലേസ്മെന്റ് ഫാക്ടർ. സെക്കൻഡ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അക്കാഡമിക് ക്വാളിറ്റി. ബേസിക്കലി എല്ലാവരും ഇത് രണ്ടും മാത്രമേ നോക്കാറുള്ളൂ. തേർഡ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം നമുക്ക് ടോപ്പ് പ്രൊഫഷണൽസുമായിട്ട് നെറ്റ്വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കോളേജ് കൊടുക്കുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നല്ല ഇൻഡസ്ട്രി ഇന്ററാക്ഷൻ വേണം. അല്ല, അതിന് ഈ നെറ്റ്വർക്കിംഗ് ചെയ്യാൻ ഞാൻ പല കോളേജിലും കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികള് ഈ ടോക്കൊക്കെ അറേഞ്ച് ചെയ്യും, പക്ഷെ പിള്ളേർക്ക് അതൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം ഈ കാറ്റഗറി, അപ്പൊ അവര് എങ്ങനെ ആവണം, ഒരു MBA സ്റ്റുഡന്റ് എങ്ങനെ ആവണം ഒരു MBAക്ക് ചേരുന്നതിന് മുമ്പേ? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇവിടെയാണ് ഞാൻ പലപ്പോഴും ഞാൻ ഇപ്പം നമ്മുടെ കോളേജിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഞാൻ പറയാറുണ്ട്, എന്റെ കുട്ടികളോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളും IIM-ലോ അല്ലെങ്കിൽ ഹാർവാർഡിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ മൈക്കിലൊക്കെ പോകുന്ന വിദ്യാർത്ഥികളും ഒരു ടയർ 2 അല്ലെങ്കിൽ ടയർ 3B സ്കൂളിലെ വിദ്യാർത്ഥികളും തമ്മിൽ ഒത്തിരി വ്യത്യാസമാണ്. വിദ്യാർത്ഥികൾ എന്ന് പറയാൻ പറ്റത്തില്ല, വി കോൾ ദ മാനേജ്മെന്റ് റേറ്റ്സ്. ഇതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മറ്റേവര് ആ IIM-ല് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരുടെ കരിയർ അവർ ഇന്ന് ഇതാണ് ചെയ്യേണ്ടത്, അവർ ഇന്ന ലെവലിൽ എത്തും എന്ന് നല്ല വ്യക്തമായ ബോധ്യമുണ്ട്. ഈ ടയർ 2 ടയർ 3B സ്കൂളിലെ കുട്ടികളുടെ പ്രത്യേകത എന്ന് അതിനകത്ത് എല്ലാവരെയും ഞാൻ പറയുന്നില്ല, മോർ ദാൻ 90%, 90 to 95% പറയാം, ആ കുട്ടികളുടെ എല്ലാം ഒരു പ്രോബ്ലം, BBA കഴിഞ്ഞാൽ എനിക്ക് MBAക്ക് പോകണം, ഈ BCom കഴിഞ്ഞാൽ MBAക്ക് പോകണം, ഈ ഒരു മൈൻഡ് സെറ്റ് ആണ്. മറ്റേടത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ടോപ്പ് നോച്ച് സ്കൂൾസിൽ ഏറ്റവും കൂടുതൽ ക്രാക്ക് ചെയ്യുന്നത് എഞ്ചിനീയർ, മാത്ത് ആപ്റ്റിറ്റ്യൂഡുള്ള, ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ് അവിടെ ക്രാക്ക് ചെയ്യുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്, BBA BCom ആ ഒരു ലെവലാണ്. അത് മോശമാണെന്നല്ല പറയുന്നത്, പക്ഷെ ആ ടോപ്പ് നോച്ചിലിരിക്കുന്ന അവരുടെ അത്രയും ഫോക്കസ് തന്നെ ഈ MBA ആസ്പിറൻസിന് ഉണ്ടാവണം. ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് ഉണ്ടാക്കി എടുക്കണം. വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ ടോപ്പ് നോച്ചിൽ ആക്ച്വലി ഈ പ്രീമിയം സ്കൂൾസിലൊക്കെ ഇരിക്കുന്ന കുട്ടികൾ ആക്ച്വലി മാറ്റ് അല്ലെങ്കിൽ കാറ്റ് എഴുതി മാത്രമല്ല വരുന്നത്, അവർ 2 കൊല്ലം എക്സ്പീരിയൻസ് ഈ പ്രീമിയം കോളേജസ് ചോദിക്കുന്നുണ്ട്, സ്കൂൾസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഈ പഠനത്തിനോട് ഉണ്ട്. കാരണം അവർക്ക് ഈ ജോലി ചെയ്തതിന്റെ എക്സ്പീരിയൻസ് ഒന്നുകിൽ നമ്മളിപ്പോ ഇപ്പോഴത്തെ നമ്മുടെ പിള്ളേരുടെ എന്ന് പറഞ്ഞാൽ എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പഠിച്ച് പിന്നെ ജോലിക്ക് പോയി പഠിച്ച കാര്യം ഓർമ്മപ്പെടുത്തുന്നു. മറ്റേവര് പഠിച്ചു പ്രാക്ടിക്കൽ അറിയാം, പഠിക്കുമ്പോൾ ഇതാണല്ലോ അതെന്ന് തോന്നുന്നു. ഇപ്പൊ ഈ അവർക്കുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ സൈഡ് ഉണ്ട്, അവർ തിയറിയിലോട്ട് വരുവാണ്. തിയറി മീൻസ് ഫുൾ എന്താ പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിരിക്കും അവരുടെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് സംസാരിക്കാവോ? ഈ എന്താന്ന് വെച്ചാൽ ആ മൈൻഡ് സെറ്റ് എങ്ങനെ കൊണ്ടുവരണം, ഈ സാധാ കുട്ടികളും എങ്ങനെ കൊണ്ടുവരണമെന്ന്? അതെ, ഇപ്പം അതിനകത്ത് ഞാൻ സർ ബേസിക് ആയിട്ട് നമുക്കത് ആക്ച്വലി I was fortunate to interact with Abraham Koshi sir. ഫിലിപ്പ് കോട്ട്ലറിന്റെ ടെക്സ്റ്റ് ബുക്ക്, ഫിലിപ്പ് കോട്ട്ലറിന്റെ കോ-ഓതർ ആയിട്ടുള്ള എബ്രഹാം കോശി സാറുമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റി. അപ്പം അവരവിടെ ഒരു MBA സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് they will send students to outside എന്ന് വെച്ചാൽ
നോർമൽ അവർ ആ ഡിസ്ട്രിക്റ്റിലോട്ട് ഇറക്കി വിടും. എന്നിട്ട് ഒരു കുട്ടിയുടെ പറയും ഓക്കെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട്, അതായത് അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ ബസ്, മീഡിയമായിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് പോയി നിങ്ങൾ ട്രാവൽ ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ, അതായത് ഭാവിയിൽ ഈ പറയുന്ന ട്രാൻസ്പോർട്ട് ഫെസിലിറ്റിയുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാവുന്ന അവര് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം, എന്നിട്ട് പ്രസന്റ് ചെയ്യണം. ഇറ്റ് നോട്ട് ഹാപ്പനിങ് വിത്ത് അവർ ടയർ 2 and ടയർ 3 സ്കൂൾസ്. കുറച്ചും കൂടെ അതായത് പ്രാക്ടിക്കൽ ഇവിടെ എന്തെന്ന് വെച്ചാല് സിലബസ് തീർക്കണം, പരീക്ഷ വരും, അതെ അങ്ങനെ ഒരു സെറ്റപ്പ് ആയി പോയി. അതെ, ഈവൻ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈവൻ നമുക്ക് സിലബസ് എന്ന് പറയുന്ന ഒരു ബൗണ്ടറി ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പം ഈവൻ വി ഹാവ് നമ്മള് എന്താ പറയുന്നത്, നമ്മള് ഒരു സിലബസ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു ബ്രാക്കറ്റിനുള്ളിൽ ബ്രാക്കറ്റിനുള്ളിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ബ്രാക്കറ്റ് ഭേദിക്കാനായിട്ട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എവറി ടൈം നമ്മൾ റിസർച്ചിനകത്ത് എപ്പോഴും നമ്മൾ റിസർച്ച് ഗ്യാപ്പ് കണ്ടെത്തുന്ന പോലെ സിലബസിനകത്ത് നമുക്കൊരു സിലബസ് ഗ്യാപ്പ് കണ്ടെത്താൻ പറ്റണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പഠിക്കുന്നു, അതിനകത്ത് ചുമ്മാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നേ പറയത്തുള്ളൂ. അതിനകത്ത് ഈ ഫേസ്ബുക്ക് അനലിറ്റിക്സിനെ കുറിച്ച് കൂടുതലായിട്ട് ഒരു സെഷൻ എടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ അങ്ങനെ വളരെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള പുറത്തുനിന്നുള്ള 1, 2, 3 വളരെ കോണ്ടംപററി ആയിട്ടുള്ള സബ്ജക്ട്സിനെ നമുക്ക് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതെ, അതൊന്നും ഇവിടെ നടക്കുന്നില്ല. അപ്പം ഈ MBA PGDM ഏതായിരിക്കും നല്ലത്? PGDM ആകുമ്പോഴേ ഈ ബ്രാക്കറ്റിനകത്ത് നിന്നിട്ടുള്ള ഒരു കൺസ്ട്രെയിനകത്ത് നിന്നിട്ടുള്ള ഒരു ലൈഫ് അല്ലല്ലോ. IIMs എല്ലാം അതെ, ഇതിനകത്തും ഒരു വലിയൊരു ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ട് എല്ലാവരുടെയും കയ്യിൽ. ഈ ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ PGDM എത്രമാത്രം പോപ്പുലർ ആണെന്ന് ചോദിച്ചാൽ there were many colleges, for example, I'm not quoting the colleges, there were many colleges started PGDM with a grand vision, but നമ്മുടെ സ്റ്റുഡൻസിന്റെ ഒരു മൈൻഡ് സെറ്റ് PGDM-ലേക്ക് പോയില്ല. അവർക്ക് ഇപ്പോഴും PGDM എന്ന് പറഞ്ഞു കഴിഞ്ഞാല് IIM-ഉം XLR-യും XIM-യും ഒക്കെ തന്നെയാണ്. അപ്പം അല്ലല്ല, അത് അവരുടെ കുറ്റമല്ല. കാരണം ഒരു നല്ലൊരു സ്ഥലത്തു നിന്നാണ് PGDM എടുക്കേണ്ടത്. അതെ, അതാണ് അതിന്റെ പോയിന്റ് എന്ന് പറയുന്നത്. See, brand of that institute is a very important element while you are doing a PGDM program. Okay. അതുസമയത്ത് നമുക്ക് MBA എന്ന് പറയുമ്പോഴത്തേക്ക് MBA-ലും നമുക്ക് ബ്രാൻഡ് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതിനകത്ത് ഒത്തിരി ഫാക്ടേഴ്സ് വരും സർ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒട്ടും ഈ പറയുന്ന there are a set of people അവർക്ക് വലിയ ഈ പറയുന്ന ഒരു കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്ത MBA ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രം വന്ന് വലിയ ഒരു ഇപ്പം ബേസിക്കലി നമ്മളിപ്പോ ഒരു MBA ചെയ്യുമ്പം ഇപ്പം നമ്മൾ എക്സ്പെൻസീവ് MBA ചെയ്യുവാണെങ്കിൽ വി ഷുഡ് ഗെറ്റ് a return of investment. Take joining MBA as an investment. അപ്പൊ ആ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടത്തക്ക രീതിയിലൊക്കെ നമുക്ക് ഒരു MBA പ്രോഗ്രാമിനാണ് പോകേണ്ടത്. ഇപ്പം വലിയ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്ത, വലിയൊരു അനലിറ്റിക്കൽ സ്കിൽ ഇല്ലാത്ത ഒരു മീഡിയോക്കോർ സ്റ്റുഡന്റ് പോയിട്ട് ഒരു വലിയ എക്സ്പെൻസീവ് പ്രോഗ്രാം ചെയ്തിട്ട് ഒരിക്കലും പുള്ളിക്ക് ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മുടെ സ്കില്ല് കാലിബർ അതിന് അനുയോജ്യമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്. അതെ, ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. വളരെ മോശമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഭയങ്കരമായിട്ട് ഫീസ് ചാർജ് ചെയ്യുന്നു. അപ്പൊ എന്തോ ഒരു പെർസെപ്ഷണൽ ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പം ഫീസ് കൂടുതലാണെങ്കിൽ പഠിപ്പീരും സൗകര്യങ്ങളും ബാക്കിയുള്ള ജോലിയും കൂടും എന്നുള്ള ഒരു ചിന്താഗതി പിള്ളേർക്കുണ്ട്. അത് ശരിയാണോ? ആക്ച്വലി ഇപ്പം നമ്മളിപ്പോ ഫീസ് കൂട്ടി എന്ന് പറഞ്ഞിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും ഈ പിള്ളേരുടെ ഈ മൈൻഡ്, സ്റ്റുഡൻസിന്റെ മൈൻഡ് സെറ്റ് ഞാൻ പറഞ്ഞ കണക്കാണ്. 90% ഓഫ് ദ പീപ്പിൾ ആഫ്റ്റർ BBA I want to join an MBA program. After BCom I want to join an MBA program. അല്ലെങ്കിൽ ഞാൻ BCA ചെയ്തു, MCA ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ഡു ഒരു മൾട്ടി ഡിസിപ്ലിനറി പ്രോഗ്രാം ആണല്ലോ, ആർക്ക് വേണമെങ്കിലും എടുക്കാം. അപ്പം ആ ഒരു കോൺസെപ്റ്റില് ജോയിൻ ചെയ്യുന്ന ആൾക്കാർ വളരെ അധികം ഉള്ളൊരു ഒരു മേഖലയാണ് നമ്മുടെ MBA പ്രോഗ്രാം എന്ന് പറയുന്നത്. അങ്ങനെ പോവാതെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പോകുന്നവർക്ക്, അതായത് സെമസ്റ്റർ 1, അതായത് മിക്കവാറും നമ്മൾ കാണുന്നത്
the enthusiasm of students in semester 1, and if you compare that enthusiasm in the semester 4, you can see a big decline in it. Okay. പക്ഷേ ഡിക്ലൈൻ ചെയ്യാതെ ആ സെം 1-ലുള്ള enthusiasm, see there will be lot of hindrances, there will be lot of monotony. No, everything will be stand right to us, everything will be what നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, എല്ലാം നമുക്ക് അനുകൂലമായി വരണം എന്നില്ല. Okay. Everything won't fall right to us. അപ്പൊ ആ സാഹചര്യത്തിലും നമ്മളൊരു സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് ഫോർത്ത് സെം വരെ ഒരു ഫോക്കസിൽ വർക്ക് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നമ്മുടെ MBA ആസ്പിറൻസ് ഇനിയെങ്കിലും മാറണം. ഇറ്റ് ഇസ് നോട്ട് ടു ലേറ്റ്. അതെ, അല്ല അവസാനം വന്ന് പ്ലേസ്മെന്റ് വേണമെന്ന് പറയുമ്പോഴത്തേക്ക് അത് കിട്ടണമെന്നില്ല. കാരണം നല്ലൊരു കമ്പനിയിൽ കിട്ടണമെന്നില്ല. എന്തുകൊണ്ട് പ്രീമിയം കോളേജ്, ഇപ്പം ഹാവ് ആൻ എക്സാമ്പിൾ രാജഗിരി, അമൃതയിലൊക്കെ കയറുന്ന കുട്ടികൾ ആക്ച്വലി അവിടെ ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ഒരു ടെസ്റ്റ് ക്രാക്ക് ചെയ്താൽ മാത്രമേ അവിടെ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ഇനി എത്ര രൂപ കൊടുക്കാന്ന് പറഞ്ഞാലും അവിടെ അഡ്മിഷൻ കിട്ടത്തില്ല. അപ്പൊ ആ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്നതിന് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുള്ള രാജഗിരിയിലൊക്കെ സാറുമാരുടെ കൂടെ പേപ്പർ എഴുതുന്ന ജോലികൾ, അതായത് റിസർച്ചിൽ ഇൻക്ലൂഡഡ് ആണ് കുട്ടികൾ. റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പം അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും കൂടുതൽ പഠിത്തം. ലൈബ്രറിയിൽ ബുക്കുണ്ട്, ആർക്ക് വേണമെങ്കിലും മാർക്കറ്റിങ്ങിന്റെ ഇതൊക്കെ പഠിക്കാം. അപ്പം ഞാൻ കണ്ട ഒരു കാര്യം, ഈ ബിഗ് ഷോട്ട് കോളേജസിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ ജോലി കഴിഞ്ഞ് വന്ന കുട്ടികൾ ആണ്. ഇൻഫോസിസിൽ നിന്നൊക്കെ ജോലി നിർത്തിയിട്ട് രാജഗിരിയിലൊക്കെ വന്ന് കയറിയ പിള്ളേരൊക്കെ ഉണ്ട്. ഞാൻ കേരളത്തിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്, IIMസിന്റെ അല്ല. MBAയും കേരളത്തിന്റെ MBA കോളേജസിന്റെ കാര്യം. പക്ഷെ ഇത് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ആക്ച്വലി അറിവില്ലായ്മ കൊണ്ട് കുട്ടികൾ കുറെ ചതിക്കുഴികളിലൊക്കെ വീഴാറുണ്ട്. പല ബ്രാൻഡിങ്ങും ഇതിലൊക്കെ വീഴാറുണ്ട്. അപ്പം അത് ആക്ച്വലി ഇപ്പം എന്താ പറയുന്നത്, ഇപ്പം കുറെ ഫ്യൂച്ചർ ഉള്ള പുതിയ കോളേജസ് ഉണ്ട്. ഇപ്പം ഹാവ് ആൻ എക്സാമ്പിൾ പ്രൊവിഡൻസ് എന്നൊക്കെ പറയുന്നത് നല്ല ഫ്യൂച്ചർ ഉള്ള കോളേജാണ്. അപ്പൊ അങ്ങനെയുള്ള കോളേജസ് ഒക്കെ ഇപ്പൊ പുതിയതായിട്ട് വരുന്ന അപ്കമിങ് ആയിട്ട് വരുന്ന കുറെ കോളേജസ് ഉണ്ട്. അപ്പൊ ഇവർക്ക് ഇങ്ങനെയുള്ള കോളേജസ് അറിയില്ല. പക്ഷെ കുറെ മാർക്കറ്റിംഗ് ചെയ്യുന്ന കോളേജസ് ആണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക്. കാരണം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടൊരു പ്രോഗ്രാം ചെയ്യുന്നു. ഓക്കെ, ആക്ച്വലി ദേ ആർ ഗെറ്റിംഗ് എ സർട്ടിഫിക്കറ്റ് ഓഫ് MG യൂണിവേഴ്സിറ്റി or Kerala Technological University or Kerala University or some other or KUFOS, QSAT എന്നുള്ള യൂണിവേഴ്സിറ്റി നിന്നൊക്കെ നമുക്ക് MBA ഡിഗ്രി കിട്ടും. പക്ഷേ ഇതിനകത്ത് MBA ഡിഗ്രിയോടെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു പോയിന്റ് എന്ന് വെച്ചാൽ വാട്ട് വാല്യൂ അഡീഷൻ. ഇപ്പം നമ്മൾ തന്നെ പലപ്പോഴും പറയുന്നതാണ്, പല ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ പല യൂണിവേഴ്സിറ്റിയിലും സിലബസിലും ഉണ്ട്. അല്ലെങ്കിൽ കുറച്ചും കൂടെ അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു ലിമിറ്റേഷൻ ആണ്. ഒരു പ്രാക്ടിക്കൽ ലെവലിലേക്ക് വരുമ്പോൾ ഇപ്പം നമ്മൾ പറയാണ്, ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കോഴ്സ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് മാനേജ്മെന്റിൽ എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിപ്പം ഡിസൈൻ തിങ്കിങ് എങ്ങനെ നമുക്കൊരു ഡെവലപ്മെന്റ് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് കോഴ്സായ CIFRS UK, അല്ലെങ്കിൽ SAP സർട്ടിഫിക്കേഷൻ. ഇതെല്ലാം ഇതിന്റെയൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സർട്ടിഫിക്കേഷൻസും കൂടെ ഒക്കെ കൊടുക്കുന്ന കോളേജസിന് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ട്. ദേ ആർ നോട്ട് ഓൺലി ഗിവിംഗ് an MBA program, they are giving some value addition to the students. അറ്റ്ലീസ്റ്റ് നമ്മളിപ്പം ഒരു റെസ്യൂമുമായിട്ട് നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇന്റർവ്യൂവറിന് കുറച്ച് ഓപ്ഷൻസ് കൊടുക്കണം. ഓക്കെ, ദിസ് ഗൈ നോ സംതിങ് എക്സ്ട്രാ, he love his talks and he had run for another furlong എന്നൊരു ഫീല് കൊടുക്കാൻ പറ്റുമ്പോഴാണ് അവർക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ടാവും. അപ്പം I'll tell you one thing. SAP എന്ന് പറയുന്നത് ലാസ്റ്റ് ടൈം നമ്മുടെ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ വൺ ഓഫ് ദ ഒഫീഷ്യൽ സ്പോൺസേഴ്സ് ആയിരുന്നു. അപ്പോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, വെൻ വി ഗീവ് global certification programs along with MBA programs, it will help you to fetch a job in a global level. Okay. അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് കോണ്ടംപററി കോളേജസും ഇപ്പൊ നിലവിലുണ്ട്. മനസ്സിലാക്കണം. യെസ്, അപ്പം ഒരു കാര്യം മനസ്സിലായല്ലോ, MBA എന്ന് പറയുന്ന പ്രത്യേകിച്ച് പെൺപിള്ളേരുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം,
ഭയങ്കരമായിട്ട് പഠിച്ച് സർട്ടിഫിക്കറ്റ് നേടിയാലും നമുക്ക് നല്ലൊരു കമ്പനിയിൽ പ്ലേസ്മെന്റ് കിട്ടണമെന്നില്ല. നേരെ മറിച്ച് ആവറേജ് ആയിട്ട് പഠിച്ച് ഒരു എന്താ പറയുന്നത്, എല്ലാ ലൈക്ക് എക്സ്ട്രാ കരിക്കുലർ ആയിട്ട്, എക്സ്ട്രാ മീൻസ് എക്സ്ട്രാ വാല്യൂ അഡീഷൻ ആയിട്ട് കുറെ സർട്ടിഫിക്കറ്റ്സ് ഇൻ ദ സെൻസ് ആർക്ക് വേണമെങ്കിലും സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാം. പക്ഷെ ഒരു ഫോക്കസ് ഏരിയയിൽ നല്ല സർട്ടിഫിക്കറ്റ്സ് ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിലായാലും ഒരുപാട് കോഴ്സുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ഒരു കോർ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ ഉണ്ടാവുകയാണ്. അതായത് വാല്യൂ അഡീഷൻ തന്നെ ഉണ്ടാവുകയാണ്. എല്ലാവർക്കും MBA സർട്ടിഫിക്കറ്റ് ഉണ്ട്, നമുക്ക് MBA ഉണ്ട്, വേറെ കുറച്ച് കാര്യങ്ങളും നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ള കാര്യം. അതിൽ കൂടുതൽ ഒരു കാര്യം എന്ന് പറയുന്നത് സോഫ്റ്റ് സ്കില്ലാണ്. അതിനെ കുറിച്ചൊന്ന് പറയാം. എന്തൊക്കെ സോഫ്റ്റ് സ്കില്ലാണ് വേണ്ടത്? ആക്ച്വലി നമ്മള് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് തുടങ്ങേണ്ട കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സംഭവമാണ്. ഈ കുട്ടികൾക്ക് ഒരു ചെറിയൊരു ഒരു പ്രശ്നമുണ്ട്. കുട്ടികൾ വിചാരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാട്ട് മെസ്സേജ് ഐ ആം ഇന്റൻഡിങ് ടു കമ്മ്യൂണിക്കേറ്റ്, ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ പേഴ്സൺ ഹു ഐ ആം ഇന്റൻഡഡ് ടു ഡെലിവർ ദ മെസ്സേജ്. അതാണ് ഇവര് ഈ പാവം പല കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത്. ഞാൻ പറയുന്ന കാര്യത്തിൽ എനിക്ക് ഗ്രാമർ ഉണ്ടാവുമോ? ബേസിക്കലി നമ്മള് ഈവൻ എല്ലാവർക്കും പറ്റാവുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സ് അതൊന്നും ആരും കൗണ്ട് ചെയ്യത്ത പോലും ഇല്ല. നമ്മൾ വളരെ കോൺഫിഡൻസോട് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിന് നമുക്കൊരു സെപ്പറേറ്റ് സെഷൻ തന്നെ വെക്കേണ്ടി വരും. അതെ, അത് വളരെ വലിയൊരു ടോപ്പിക്കാണ്. സിമ്പിൾ എക്സാമ്പിൾ, ഞാൻ ഫാർമയിൽ വർക്ക് ചെയ്യുമ്പം there was a person called Madhu. Okay. He was from Perumbavoor. He was an area salesman. Okay. പുള്ളിക്ക് ഇംഗ്ലീഷ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മദർ ടങ് ഇൻഫ്ലുവൻസ് ഉള്ള ഇംഗ്ലീഷ് ആണ് പുള്ളിക്കുള്ളത്. അതായത് മോർ ദാൻ 70% മദർ ടങ് ഇൻഫ്ലുവൻസ് ഉണ്ട്. ബട്ട് ഹി വാസ് എ നമ്പർ 1 സെയിൽസ് പേഴ്സൺ ഇൻ അവർ കമ്പനി. അവിടെ പുള്ളിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ട്, അത്യാവശ്യം കാര്യങ്ങൾ പറയാൻ അറിയാം. ബട്ട് ഹി ഹാഡ് കോൺഫിഡൻസ്, ഹി ഹാഡ് ഗ്രേറ്റ് ആറ്റിറ്റ്യൂഡ്. Okay. He was honest. Okay. These 3 factors had taken him to the next level. Okay, very good. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. നമുക്ക് ഇനി കുറച്ച് സമയം കൂടിയുള്ളൂ, അരമണിക്കൂറുള്ള ഒരു പോഡ്കാസ്റ്റ് ആണ്. അപ്പം പ്ലേസ്മെന്റ്സ് എവിടെ വെച്ചാണ് നമ്മൾ തുടങ്ങേണ്ടത്? അതൊരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ചോദ്യമാണ് ഇത്. ഞാൻ പറയുന്ന നമുക്ക് ഫോക്കസ് ഉണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി നമ്മൾ സത്യം പറഞ്ഞാൽ MBA ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ MBA കുറിച്ച് നല്ല ഈ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് എവറിത്തിങ് ഈസ് ഓൺ യുവർ ഫിംഗർ ടിപ്സ്, റൈറ്റ്? ഇന്ന് പ്ലേസ്മെന്റിന്റെ കാര്യം വേണ്ടെന്നാ ഞാൻ പറയുന്നത്. അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്, ഇല്ലേ? അതെ. ഈ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, ഇറ്റ് ഈസ് ഓൺലി എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ എപ്പോഴും ഒരു കമ്പനിയിൽ നമ്മൾ ജോലിക്ക് കയറി ഈ ഒരു ഇനിഷ്യൽ ബാക്കപ്പ് ആണ് നമ്മുടെ കോളേജ് തരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്നത്. നിങ്ങളുടെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ടല്ല നമ്മൾ നോക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഫ്രം ദ ഏജ് ഓഫ് 30 to 40 ഹൗ മച്ച് മണി യു ആർ ഗെറ്റിംഗ്, ഇൻ വിച്ച് ലെവൽ യു ആർ വർക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. 30 to 40 is peak time in your career. ആ സമയത്ത് how much amount you are generating out of your salary? Okay. In what position you are? Strategic position എത്തിയാൽ you are successful. Yes. അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. ഹിയർ ഇവിടെ നമ്മുടെ പല കോളേജസും പറഞ്ഞു പഠിപ്പിക്കുന്നത്, see you join with us, we will offer you a CTC of 15 lakhs. What 15 lakhs? So if they get it, it's fine. Yes. But നമ്മള് ഒരു ടയർ 2 ടയർ 3 ബി സ്കൂളാണ് നോക്കുന്നത്. ഒരിക്കലും നമുക്ക് പ്ലേസ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. No companies are coming to one B school alone. Federal Bank used to do placement in one college. FISAT. And there for 30-35 seats, people, at least there will be 1,000 to 1,500 people coming there. അതെ. അതുമല്ല ഫിസാറ്റ് അവരുടെ കോളേജാണ്. അപ്പൊ ഫിസാറ്റിൽ നിന്ന് ഒരു 10-20 പേരെ അവര് എന്തായാലും എല്ലാ കൊല്ലവും എടുക്കുന്നുണ്ട്. അതെ അതെ. പക്ഷെ ഈ 20 പേർക്ക് പക്ഷെ വേറൊരു നല്ല കമ്പനി അവിടെ വരുന്നില്ല. അത് വേറൊരു ഫാക്ടറാണ്. അതെ. ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ബൈജൂസ് they take people in a
ഹ്യൂജ് സാലറി. ഈവൻ Okay. ഐയൂസിൽ നമുക്കൊരു ജോലി കിട്ടാനായിട്ട് ഒരു പ്ലേസ്മെന്റ് ഓഫീസറുടെ ഹെൽപ്പ് ഉണ്ട്. ഗോ ടു ദർ വെബ്സൈറ്റ്, അപ്ലൈ ദർ, യു വിൽ ഗെറ്റ് എ ജോബ്. അല്ലല്ല, ഇന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇൻഡീഡ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് തന്നെ ഏറ്റവും നല്ല മാർഗമാണ്. പല പ്ലേസ്മെന്റ് ഓഫീസേഴ്സും അതിൽ നിന്നാണ് എടുക്കുന്നത്. പക്ഷെ ഈ പ്ലേസ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പല കോളേജസിലും വെരട്ടി പിള്ളേരെ കൊണ്ട് അഡ്മിഷൻ കോൾ ചെയ്യിപ്പിക്കുന്നത്, അല്ലെ പ്ലേസ്മെന്റ് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് അവൻ ഫേസ്ബുക്കിൽ കയറി സെർച്ച് ചെയ്യുന്നത് പോലെ സെർച്ച് ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ് ഒരു ജോലി കിട്ടാനുള്ള ഏറ്റവും വലിയ മാർഗം. ആ ഫേസ്ബുക്കിൽ അവൻ ഫോക്കസ് ചെയ്യുന്ന സമയം ജോലി കിട്ടാനുള്ള സമയമായിട്ട്, അല്ലെ ജോലി തിരയാനുള്ള സമയമായിട്ട് അത് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ പഠിച്ച സമയത്ത് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സാധനമില്ല. അതെ ഇല്ലേ? ജോലി തനിയെയാണ് കണ്ടെത്തിയത് എല്ലാവരും. അതെ. സോ നമ്മള് സർ, അതിന് നമുക്കൊരു നല്ല ഒരു ഐഡിയൽ പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പം നമ്മൾ വി ബോത്ത് ഹാഡ് an experience and joined MBA program. We had worked for some time, then we joined an MBA program. Yes. See, the fire that we had was different comparing to a student who just passed out BCom or BSc or BBA, whatever it may be. Yes. No, we had a fire in us because we were professionals before doing an MBA program. Yes. That is one thing, that is one good thing. So, if you work for 1.5 years or 2 years, then you join MBA, perspective of you will change from the day one onwards. Yes. But yes. a student who just pass out from the degree program, okay, them for having a perspective, it takes almost 6 months, one semester. On the second semester only, they will have a perspective in front of them. അതാണ്, ഒരു 6 മാസം വേണ്ടി വരും നിങ്ങൾക്ക് ആ MBA സ്റ്റൈലിലോട്ട് വരാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ എപ്പോഴും പറയും, ഡിഗ്രി കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, ലോ കോളേജിലെ ഒന്നും രീതിയല്ല MBA കോളേജ്. നമ്മൾ മാറാൻ വേണ്ടിയിട്ടാണ് ചെല്ലേണ്ടത്. അതായത് 2 കൊല്ലം നമ്മൾ വർക്ക് ചെയ്യാനാണ് പോകേണ്ടത്. അതായത് നമ്മളൊരു ഒരു സിമുലേഷൻ, നമ്മൾ വർക്കിംഗ് എന്താ പറയുക, ഒരു എൻവറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. പക്ഷെ പിള്ളേർക്ക് ഒരുപാട് പരാതികളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അത് പേടിച്ചിട്ട് ഇപ്പം കോളേജസും വർക്കൊന്നും അങ്ങനെ കൊടുക്കാറില്ല എന്നുള്ള ഒരു ദാരുണമായിട്ടുള്ള ഒരു പ്രോബ്ലം. വർക്ക് കൊടുക്കുന്നത് ഒരു കാര്യമുണ്ട് അരവിന്ദ് സാർ, ഇതിനകത്ത് നമ്മൾ വളരെ സ്പഷ്ടമായിട്ട് പെട്ടെന്നൊന്ന് വൈൻഡ് അപ്പ് ചെയ്യണേ. അതെ, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് ലാസ്റ്റ് പോയിന്റ് ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. സി, ക്വാളിറ്റി ഓഫ് ദ ഫാക്കൽറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. അത് ആൾക്കാരും അത് നോക്കാറില്ല. ഒന്ന്, നിങ്ങൾ ഒരു MBA കോളേജ് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ എത്ര കേസ് സ്റ്റഡീസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. There are a lot of free simulations വരെ ഉണ്ട്. HBS പബ്ലിഷിംഗിന്റെ സിമുലേഷൻ ഉണ്ട്. ഫ്രീ സിമുലേഷൻസ് ആർ അവൈലബിൾ ഇൻ ഗൂഗിൾ. ആ സിമുലേഷൻ പർച്ചേസ് ചെയ്യണമെന്ന് പോലും ഇല്ല. അങ്ങനത്തുള്ള സിമുലേഷൻസ് ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ കെൽപ്പുള്ള എത്ര അധ്യാപകരുണ്ടെന്ന് നോക്കാം. കോൺടെമ്പററി ടോപ്പിക്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഡിജിറ്റൽ ലൈബ്രറി പ്ലാറ്റ്ഫോംസ് ഉണ്ടോ എന്ന് നോക്കണം. അതിലുപരി നിങ്ങൾക്ക് നല്ല നെറ്റ്വർക്കിംഗ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കോളേജസ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നോ നോക്കണം. These are some of the most important things. One of the premium B schools, I cannot say premium, one of the B schools, they have a creative program called Coffee with CEO. Yes. It is brilliant. There is another B school, they have individual mentoring from the corporate to the students. That is an advantage. See, in a long run, if you know how to manage people, you will become a leader. That is what you are going to learn in MBA. Very simple. Yes. Thank you, Arun sir, for coming up again and sharing your experience on why MBA. Definitely, why MBA എന്നുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ MBA എടുക്കുന്നു? ഡെഫിനറ്റ്ലി വാല്യൂ അഡീഷൻ ആണ്. നിങ്ങൾക്ക് വാല്യൂ അഡീഷൻ ആണ്. നിങ്ങൾക്ക് ഒരു കാര്യമല്ല, മാനേജ്മെന്റ് മാത്രമല്ല, നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ പ്രസന്റേഷൻ സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ് എല്ലാം വർദ്ധിപ്പിക്കുക. അതുപോലെ ടെക്നിക്കൽ സ്കിൽസും നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. MBAക്ക് ഒരു ബോർഡറും ഇല്ല, യാതൊരു ബോർഡറും ഇല്ല. നിങ്ങൾക്ക് ഏത് ഫീൽഡിലോട്ടും പോവാം. ഓക്കെ, ഇപ്പൊ എല്ലാ സ്ഥലത്തും ഹാവ് എൻ എക്സാമ്പിൾ, നമുക്ക്
ഈവൻ പബ്ലിക് സെക്ടറിലായാലും പ്രൈവറ്റ് സെക്ടറിലായാലും MBA-കാരെ വേണം എന്നുള്ളതാണ്, മാനേജറിനെ വേണം എന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് MBA-യുടെ വില ഇത്രയ്ക്കും ഒരു കാരണവശാലും അത് താഴേക്ക് പോകത്തില്ല എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും നല്ല കോളേജ്, ഏറ്റവും ബെസ്റ്റ് കോളേജ്, ഏറ്റവും ഫാക്കൽറ്റിക്ക് വില കൊടുക്കുന്ന കോളേജിലേക്ക് മാത്രം പോവുക. നല്ല ഫാക്കൽറ്റി, നല്ല പേയ്മെന്റ് കിട്ടുന്ന സ്ഥലത്ത് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോളേജിലേക്ക് പോവുക എന്നുള്ളതാണ്. പിന്നെ പൈസ കൂടുതൽ മേടിക്കുന്ന കോളേജ് അല്ല നല്ല കോളേജ്, ഒരിക്കലും അല്ല. അതിന് NAC അക്രഡിറ്റേഷൻ, NBA അങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സ് വേറെയുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു കോളേജിനെ കുറിച്ച് കേട്ടതെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ അക്രഡിറ്റേഷനും ഉണ്ട്, പക്ഷെ ഒരു അക്രഡിറ്റേഷനും ഇല്ല. പക്ഷെ മാർക്കറ്റിംഗ് കോൾ വിളിക്കുമ്പോഴത്തേക്ക് എല്ലാ അക്രഡിറ്റേഷനും ഉണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥിതി പോലും ഇപ്പൊ വന്നു. കാരണം പിള്ളേർ ഓരോ കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് അങ്ങനെ പറയുന്ന കോളേജസ് വരെ ഇന്ന് വന്നു എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, കോളേജിന്റെ വെബ്സൈറ്റിൽ ഇതെല്ലാം കാണും, അല്ലെ കോളേജിന്റെ ബ്രൗഷറിൽ NAC, NBA, NIRF ഒക്കെ കിട്ടിയവർ ഉറപ്പായിട്ടും അത് ആ ലോഗോ വെച്ചിരിക്കും എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു അരുൺ സാർ. നമുക്ക് വീണ്ടും ഒരു ടോപ്പിക്കുമായിട്ട് വീണ്ടും ഡോക്ടർ അരുൺ വരുന്നതായിരിക്കും, കൂടെ അരവിന്ദും. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ബൈ.